ഹലോ എവരിവൺ. കഴിഞ്ഞ സെറ്റ് പരീക്ഷയുടെ പ്രൊഫഷണൽ ആൻസർ കീ ഒക്കെ വന്ന് നമ്മുടെ ഏകദേശം മാർക്കൊക്കെ കണക്ക് കൂട്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണല്ലേ ഫൈനൽ കീക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു അവസരത്തിൽ നമ്മൾ നേരത്തെ മുൻപ് പറഞ്ഞിട്ടുള്ള പോലെ തന്നെ ഏറ്റവും കൂടുതൽ ടെൻഷൻ അടിക്കുന്ന ഒരു പക്ഷേ കട്ട് ഓഫിൻ്റെ ബ്രിമ്മിൽ എത്തി നിൽക്കാൻ സാധ്യതയുള്ള ആൾക്കാരാണ് അല്ലേ. അല്ലെങ്കിൽ ഒന്നോ രണ്ടോ മാർക്കുകൾക്കൊക്കെ കട്ട് ഓഫ് മാർക്കിൻ്റെ അടുത്തെത്താൻ സാധിക്കാതെ പോയവരൊക്കെ ചിലപ്പോൾ ഒരു അല്പം വിഷമത്തിലായിരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ളവർക്ക് പ്രയോജനപ്പെടുന്ന തരത്തിലും ഇനി പുതുതായി സെറ്റ് പരീക്ഷയെ അപ്പിയർ ചെയ്യാൻ പോകുന്നവർക്കൊക്കെ പ്രയോജനപ്പെടുത്തുന്ന തരത്തിലുള്ള ഒരു സ്മാർട്ട് പ്ലാൻ സെറ്റ് 2025 എങ്ങനെ ക്രാക്ക് ചെയ്യണം എന്നുള്ളൊരു സ്മാർട്ട് പ്ലാനാണ് ഇന്ന് ഈ വീഡിയോയിൽ നിങ്ങളുടെ മുമ്പിലേക്ക് അവതരിപ്പിക്കുന്നത്. ഓക്കെ, അപ്പോൾ സെറ്റ് പരീക്ഷയെ സംബന്ധിച്ചുകൊണ്ട് നമുക്ക് അറിയാവുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ മൊത്തത്തിൽ 240 മാർക്കിൻ്റെ പരീക്ഷയാണ് അല്ലേ. അത് രണ്ട് ഭാഗങ്ങളായിട്ട് പാർട്ട് 1 പാർട്ട് 2 അല്ലെങ്കിൽ പേപ്പർ 1 പേപ്പർ 2 എന്ന് ഫോർനൂണും ആഫ്റ്റർനൂണുമായിട്ട് നമുക്ക് എക്സാം നടത്തുന്നത്. അതിൽ തന്നെ പാർട്ട് 1 അല്ലെങ്കിൽ ജനറൽ പേപ്പർ നമ്മൾ വിളിക്കുന്ന പേപ്പർ 1 ഫോർനൂൺ ആയിരിക്കും. അതെല്ലാ സബ്ജക്റ്റുകൾക്കും കോമൺ ആയിരിക്കും. ദെൻ ആഫ്റ്റർനൂൺ അല്ലെങ്കിൽ പാർട്ട് 2 അല്ലെങ്കിൽ പേപ്പർ 2 എന്ന് പറയുന്ന എക്സാം അത് അതാത് സബ്ജക്റ്റുകളുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അപ്പോൾ ഇത് രണ്ടും കൂടി ചേർത്ത് 120 മാർക്ക് വീതം ചേർന്ന് 240 എന്ന ടോട്ടൽ മാർക്കിലാണ് നടക്കാറുള്ളത് സെറ്റ് എക്സാം പരീക്ഷകൾ നടക്കാറുള്ളത് എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ നമ്മളെ റെഫറൻസിന് വേണ്ടിയിട്ട് ജനറൽ കാറ്റഗറിയിൽപ്പെട്ട അൺറിസർവ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയുള്ള കട്ട് ഓഫ് ആണ് നമ്മൾ റെഫറൻസ് ആയിട്ട് എടുത്തിരിക്കുന്നത്. നോക്കൂ, ഇൻഡിവിജ്വൽ പാസ് മാർക്ക് എന്ന് പറയുന്നത് അതായത് കേറ്ററ്റ് പരീക്ഷകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരു ഫിക്സഡ് കട്ട് ഓഫ് അല്ല. നമ്മൾ പേപ്പർ 1ഉം പേപ്പർ 2ഉം സെപ്പറേറ്റ് പാസ്സായിരിക്കണം എന്നൊരു റൂളുണ്ട് അല്ലേ. അതുകൊണ്ട് തന്നെ പേപ്പർ 1ഉം പേപ്പർ 2ഉം നമ്മൾ മിനിമം 48 മാർക്കുകൾ നമ്മൾ എന്ത് ചെയ്തിരിക്കണം, സ്വരൂപിച്ചെങ്കിൽ മാത്രമേ സെറ്റ് പരീക്ഷ നമുക്ക് ക്രാക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ എന്നുള്ള കാര്യം വളരെ പ്രധാനപ്പെട്ടതാണ്, ഓർത്തിരിക്കണം. അത് മാത്രം പോരാ, ടോട്ടൽ പാസ് മാർക്ക് എന്ന് പറയുന്നത് 116 അതായത് 48 മാർക്ക് നിങ്ങൾ രണ്ട് പേപ്പർ 1ഉം പേപ്പർ 2ഉം വാങ്ങിയാൽ നിങ്ങൾക്ക് 96 മാർക്കേ ആകുന്നുള്ളൂ അല്ലേ. എന്നാൽ കട്ട് ഓഫ് മാർക്ക് അല്ലെങ്കിൽ പാസ് മാർക്ക് എന്ന് പറഞ്ഞാൽ ഞാൻ എപ്പോഴും പാസ് മാർക്ക് എന്ന് പറയുന്നത് ജനറൽ കാറ്റഗറി ആണെന്നുള്ള കാര്യം ഓർത്തിരിക്കുക. കാരണം ആ റിസർവ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഇത്രയും മാർക്കിൻ്റെ ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ മാക്സിമം ഇട്ടാണ് പറയുന്നത്. അതായത് മാക്സിമം കട്ട് ഓഫുകാരെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് പറയുമ്പോൾ എല്ലാവർക്കും അത് പ്രയോജനപ്പെടും എന്നുള്ളത് കൊണ്ടാണ്. ഓക്കെ, അപ്പോൾ ടോട്ടൽ പാസ് മാർക്ക് അൺറിസർവ്ഡുകാർക്ക് 116 മാർക്കാണ്. അത് 48 നിങ്ങൾ വാങ്ങി ഇൻഡിവിജ്വലായിട്ട് പേപ്പറുകൾ പാസ്സായാലും നിങ്ങൾ സെറ്റ് പരീക്ഷ ക്രാക്ക് ചെയ്യപ്പെടില്ല, അല്ലെങ്കിൽ സെറ്റ് പരീക്ഷ നിങ്ങൾ പാസ്സാവുകയില്ല. 116 മാർക്ക് ഓൾ ടോട്ടൽ നിങ്ങൾക്ക് ഉണ്ടാകണം എന്നുള്ളതാണ് റൂൾ. അപ്പോൾ നോക്കൂ, പേപ്പർ 2നെ സംബന്ധിച്ച് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് ഒരു സെറ്റ് പരീക്ഷ ക്രാക്ക് ചെയ്യാനായിട്ട് പേപ്പർ 1ൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നുള്ള കാര്യമാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. നോക്കൂ, പേപ്പർ 2 സബ്ജക്റ്റുമാണ്, അതായത് നമ്മൾ പഠിക്കുന്ന സബ്ജക്റ്റാണ് പേപ്പർ 2. അപ്പോൾ അക്കാര്യങ്ങൾ എന്താണ് BEd പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി സംബന്ധിച്ച് അല്ലെങ്കിൽ ഡിഗ്രി അല്ലെങ്കിൽ PG കഴിഞ്ഞ് BEd ചെയ്യുന്നവരെ സംബന്ധിച്ച് സബ്ജക്റ്റ് നോളജ് അത്യാവശ്യം ഉണ്ടാവും. പേപ്പർ 2ൽ നിന്ന് 48 മാർക്ക് 120 ചോദ്യങ്ങളിൽ നിന്നും 48 മാർക്ക് സ്വരൂപിക്കുന്ന ഒരു വലിയ കാര്യമായിരിക്കുകയില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ ഒരു സ്മാർട്ട് പ്ലാൻ വെക്കുന്നതിൽ നമ്മുടെ ഫോക്കസ് ടാർഗറ്റ് എന്ന് പറയുന്നത് പേപ്പർ 1ന് ഒരു 68 മാർക്കും പേപ്പർ 2ന് ഒരു 48 മാർക്ക് നമ്മൾ, അതായത് പേപ്പർ 2ൻ്റെ ഏറ്റവും മിനിമമാണ് നമ്മൾ വെച്ചിരിക്കുന്നത്. പേപ്പർ 2ന് നമ്മളെ സംബന്ധിച്ച് ഏതൊരാളെ സംബന്ധിച്ച് പേപ്പർ 2ൻ്റെ ഏറ്റവും മിനിമം മാർക്കായി 48 മാർക്ക് വാങ്ങുകയും ജനറൽ പേപ്പറിന് അതിൻ്റെ ബാലൻസ് 116 മാർക്കിൽ നിന്ന് അതിൻ്റെ ബാലൻസായ 68 മാർക്കാണ് നമുക്ക് വേണ്ടത്. സോ ടാർഗറ്റ് എന്ന് പറയുന്നത് 68 മാർക്ക് പേപ്പർ 1നും പേപ്പർ 2ന് 48 മാർക്കും എന്നുള്ളതാണ്. ഓക്കെ അല്ലേ. അതിൽ തന്നെ നമുക്കിത് കിട്ടണമെങ്കിൽ നമ്മൾ ഇതിനു വേണ്ടി ഫോക്കസ് ചെയ്ത് പഠിച്ചാൽ അത് കിട്ടത്തില്ല. സോ കുറച്ചും കൂടി ചേർത്ത് 68 മാർക്ക് പേപ്പർ 1 ലഭിക്കണമെങ്കിൽ നമ്മളൊരു 75 മാർക്കിനെ ഫോക്കസ് ചെയ്ത് പഠിക്കുകയാണ്. 75 മാർക്ക് നമ്മൾ ഫോക്കസ് ചെയ്ത് പഠിക്കണം. അതുപോലെ പേപ്പർ 2 ഒരു 48 എന്നുള്ളതൊന്ന് റൗണ്ട് ആക്കാൻ വേണ്ടി ഒരു 50 മാർക്ക് എന്ന് നിങ്ങൾ ഫോക്കസ് ചെയ്ത്. എന്തിനാണ് ഇങ്ങനെ അഡീഷണൽ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതെങ്കിലും സാഹചര്യത്തിൽ ക്വസ്റ്റ്യൻസുകൾ ഡിലീറ്റ് ആവുകയോ അല്ലെങ്കിൽ ചോദ്യത്തിൽ മൾട്ടിപ്പിൾ ആൻസേഴ്സ് ഉണ്ടാവുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും സാഹചര്യവശാൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു ഉത്തരം വരാതിരിക്കുമ്പോൾ നമുക്ക് നഷ്ടപ്പെട്ടേക്കാവുന്ന മാർക്കുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ലെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരല്പം കൂടി ചേർത്ത് മാർക്ക് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ ലേറ്റസ്റ്റ് ആയി നടന്ന സെറ്റ് പരീക്ഷയുടെ ആൻസർ കീയിലൊക്കെ ഒരുപാട് പരാതികളൊക്കെ വന്നിരുന്നല്ലേ. കുറേ ക്വസ്റ്റ്യൻസിന് ഉത്തരങ്ങളില്ല എന്നുള്ള പരാതികൾ, കുറേ ക്വസ്റ്റ്യൻസ് ശരി ഉത്തരങ്ങൾ എന്താണ് ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന തരത്തിലുള്ള അങ്ങനെയൊക്കെയുള്ള ആൻസർ കീകൾ വരുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് ചിലപ്പോൾ നമ്മൾ പ്രതീക്ഷിച്ച് വെച്ചിരിക്കുന്ന മാർക്കുകൾ ചിലപ്പോൾ 1-2 മാർക്കുകൾ നഷ്ടപ്പെടാം. ഈ വിലപ്പെട്ട 1-2 മാർക്കുകൾ കാരണം നമുക്ക് സെറ്റ് പരീക്ഷ പാസ്സാവാൻ പറ്റാതെയും പോയേക്കാം. അതുകൊണ്ടാണ് നമ്മൾ ബ്രിമ്മിൽ കൊണ്ടുവെക്കാതെ
കുറച്ചും കൂടി ഒരു എന്താണ് എക്സ്പെക്റ്റേഷൻ വെക്കുന്നത്. അതിൽ നിന്ന് നമുക്ക് കുറച്ച് നഷ്ടപ്പെട്ടാലും നമുക്ക് ഈ ഒരു ഭാഗത്തേക്ക് സേഫായി വന്ന് ലാൻഡ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കൺസെപ്റ്റിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്. പേപ്പർ 1 അല്ലെങ്കിൽ ജനറൽ പേപ്പറിൽ നിങ്ങളൊരു 75 മാർക്കിനെ ഫോക്കസ് ചെയ്ത് പഠിക്കണം. അതുപോലെ പേപ്പർ 2 നിങ്ങളൊരു മിനിമം 50 മാർക്ക്. ഇതെല്ലാം മിനിമമാണ്. ഇതിന് മുകളിലേക്ക് നമ്മുടെ കഴിവിൻ്റെ പരമാവധി എത്ര വാങ്ങിക്കാൻ കഴിയുമോ അതെല്ലാം നമുക്ക് കിട്ടും എന്നുള്ള ഒരു കാര്യമാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ, നോക്കൂ, നമ്മൾ ഈ പറയുന്ന മിനിമം മാർക്കുകൾ എന്ന് പറയുന്നത് നിങ്ങൾ പാസ്സാവാൻ വേണ്ടിയുള്ളതാണ്. നിങ്ങൾക്ക് ഇതിനേക്കാൾ മുകളിൽ ഉറപ്പായും നേടാൻ സാധിക്കുമെന്നുള്ളതിനാൽ നിങ്ങൾക്കൊരു ടെൻഷൻ ഇല്ലാത്ത ആൻസർ കീ നോട്ടം നിങ്ങൾക്ക് ലഭിക്കും. അതായത് നിങ്ങൾക്ക് ആൻസർ കീ വരുമ്പോൾ ടെൻഷൻ ഉണ്ടാവില്ല. നിങ്ങൾ ആൻസർ കീ നോക്കുമ്പോൾ എനിക്ക് ചിലപ്പോൾ നഷ്ടപ്പെടും, അല്ലെങ്കിൽ എനിക്ക് ഫൈനൽ കീ വരുമ്പോൾ ഇത്ര പോവും എന്നുള്ള ടെൻഷൻ നിങ്ങൾക്ക് ഫ്രീ ആക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ ഫോക്കസ് വെച്ചിരിക്കുന്നത്. ഓക്കെ ആണല്ലോ. നോക്കൂ, അതിൽ തന്നെ ജനറൽ പേപ്പറുമായി ബന്ധപ്പെട്ടുള്ള കാര്യമാണ് നമ്മൾ പറഞ്ഞല്ലോ. ജനറൽ പേപ്പറിൽ തന്നെ സൈക്കോളജി ആൻഡ് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറയുന്ന മൊഡ്യൂളുമുണ്ട്. അതുപോലെ ജനറൽ സയൻസ്, മാത്സ് ആൻഡ് റീസണിങ്, ഇംഗ്ലീഷും സോഷ്യൽ സയൻസും കറണ്ട് അഫയേഴ്സും വരുന്ന ഒരു മൊഡ്യൂളുണ്ട് അല്ലേ, ഒരു പാർട്ടും ഉണ്ട്. അതിൽ സൈക്കോളജിയും ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡും ഒക്കെ ചേരുന്ന ആ ഒരു മൊഡ്യൂളും അല്ലെങ്കിൽ ആ ഒരു പാർട്ട് മൊത്തം 60 മാർക്കാണ്. മൊത്തം 120 മാർക്കാണല്ലോ ജനറൽ പേപ്പർ 1 എന്ന് പറയുന്നത്. അപ്പോൾ ആ 60 മാർക്കും ഈ സയൻസ്, മാത്സ് ആൻഡ് റീസണിങ്, ഇംഗ്ലീഷ്, സോഷ്യൽ സയൻസ് പ്ലസ് കറണ്ട് അഫയേഴ്സ് 60 മാർക്ക് കൂടെ ചേർന്ന് മൊത്തം 120 മാർക്ക്. അങ്ങനെയാണ് പരീക്ഷ നടക്കുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇങ്ങനെ വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ ആദ്യം പറഞ്ഞ ഭാഗത്ത് നിന്ന് സൈക്കോളജി, ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് തുടങ്ങിയ മേഖലയിൽ സൈക്കോളജി ടീച്ചിങ് കുറേ മൊഡ്യൂൾസ് ഉണ്ട്. നമ്മുടെ സിലബസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കുറേ മൊഡ്യൂൾസ് കാണാൻ സാധിക്കും. സൈക്കോളജിക്കൽ ഫൗണ്ടേഷൻസ്, ഫിലോസഫിക്കൽ ഫൗണ്ടേഷൻസ്, എഡ്യൂക്കേഷൻ പോളിസി, എഡ്യൂക്കേഷൻ അഡ്മിനിസ്ട്രേഷൻ, ടെക്നോളജി, ഇങ്ങനെ കുറേ പോർഷൻസ് ഉണ്ട്. അതിൽ തന്നെ സൈക്കോളജി, ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ്, ഇവാലുവേഷൻ, എഡ്യൂക്കേഷണൽ പോളിസീസ്, ഈ മേഖലകളിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ മാർക്ക്, അതായത് ഓൾമോസ്റ്റ് ഒരു 35 മാർക്ക് വരെയുള്ള ചോദ്യങ്ങൾ ഈ ഒരു മേഖലയിൽ നിന്നാണ് വരുന്നത് എന്നുള്ളത് കൊണ്ട് ഈ ഒരു മേഖല ഫോക്കസ് ചെയ്ത് നിങ്ങൾ എന്ത് ചെയ്യണം, പഠിക്കണം കൃത്യമായിട്ട്. മനസ്സിലായല്ലോ. അപ്പോൾ സൈക്കോളജിയും ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ്, ഇവാലുവേഷൻ, എഡ്യൂക്കേഷണൽ പോളിസി, നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന മറ്റു മേഖലകൾ പലതും ഉണ്ടെങ്കിലും ഈ മേഖലയിൽ നിന്ന് കൂടുതൽ വെയിറ്റേജ് നിങ്ങൾക്ക് കിട്ടുമെന്നുള്ളതിനാൽ നിങ്ങൾ ഈ ഒരു മേഖലയിൽ മാക്സിമം ഫോക്കസ് ചെയ്ത് പഠിക്കണം. ഒരു 60 മാർക്കിൽ ഏകദേശം ഓൾമോസ്റ്റ് ഒരു 35 മാർക്ക്, 30-നും 35-നും ഇടയ്ക്ക് മാർക്കുകൾ നിങ്ങൾക്ക് ഈ ഒരു മേഖലയിൽ നിന്ന് അല്ലെങ്കിൽ ഈ പറയുന്ന മേഖലകളിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ അതാണ് നിങ്ങൾ ഫോക്കസ് ചെയ്യുന്ന ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ജനറൽ സയൻസ്, മാത്സ് ആൻഡ് റീസണിങ്, ഇംഗ്ലീഷ്, സോഷ്യൽ സയൻസ് പ്ലസ് കറണ്ട് അഫയേഴ്സ്, ഇത്രയും ഭാഗത്തുനിന്നുള്ള 60 മാർക്കിൽ നിന്ന് നമുക്ക് പരമാവധി മാർക്ക് നിങ്ങൾ സ്കോർ ചെയ്യണം എന്നുള്ളതാണ്. ജനറൽ പേപ്പറുകൾ, അതായത് ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവരോ അല്ലെങ്കിൽ HSA, അതുപോലെ UPSC, LPSA ഒക്കെയുള്ള പരീക്ഷകൾക്ക് പ്രിപ്പയർ ചെയ്തിട്ടുള്ളവരെ സംബന്ധിച്ച്, അല്ലെങ്കിൽ കോമ്പറ്റേറ്റീവ് എക്സാമിൽ ഏതെങ്കിലും PSC പരീക്ഷകൾ പ്രിപ്പയർ ചെയ്തിട്ടുള്ളവരെ സംബന്ധിച്ച് ജനറൽ സയൻസ് അല്ലെങ്കിൽ ജനറൽ നോളജ് എന്ന് പറയുന്ന ഈ ഒരു മൊഡ്യൂൾ എന്ന് പറയുന്നത് അത്ര വലിയ ബുദ്ധിമുട്ടിക്കുന്ന ഒന്നാണെന്ന് തോന്നുന്നില്ല. എന്നാൽ ക്വസ്റ്റ്യൻ ടഫായി കഴിഞ്ഞ് നിങ്ങളെ ബുദ്ധിമുട്ടിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. ജനറൽ സയൻസും മാത്സ് ആൻഡ് റീസണിങ്ങും ഇംഗ്ലീഷും സോഷ്യൽ സയൻസ് പ്ലസ് കറണ്ട് അഫയേഴ്സും അടങ്ങുന്ന ഈ ഒരു ഭാഗത്ത് 60 മാർക്കിൽ നിന്നും നിങ്ങൾ മാക്സിമം മാർക്ക് സ്കോർ ചെയ്യും. ഇവിടെ തന്നെ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. സോഷ്യൽ സയൻസ് പ്ലസ് കറണ്ട് അഫയേഴ്സ് ആണ് 30 to 35 മാർക്ക് നമ്മൾ പറഞ്ഞത്. ഇത്തവണ ലാസ്റ്റായിട്ട് നടന്ന സെറ്റ് എക്സാമിന് ഏകദേശം ഒരു 15 മുതൽ 18 വരെ അല്ലെങ്കിൽ 16 മാർക്ക് വരെയെങ്കിലും കറണ്ട് അഫയേഴ്സിൻ്റെ ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ അത്രയും ചോദ്യങ്ങൾ കറണ്ട് അഫയേഴ്സിൽ കൂടുമ്പോൾ ബാക്കി എവിടെയെങ്കിലുമുള്ള ടോപ്പിക്കുകളിൽ നിന്ന് എന്ത് ചെയ്യേണ്ടി വരും, കുറവ് വരേണ്ടി വരും. കാരണം വെയിറ്റേജ് നോക്കുമ്പോൾ 60 മാർക്കിനകത്ത് നിൽക്കണമല്ലോ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ സോഷ്യൽ സയൻസ് എന്നുള്ള ക്വസ്റ്റ്യൻസോ, ഇത്തവണ മാത്സിൻ്റെ ക്വസ്റ്റ്യൻസ് 10 നമ്മൾ പ്രതീക്ഷിക്കുന്നിടത്ത് 6 ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള വെയിറ്റേജ് വ്യത്യാസം വരും. അതുകൊണ്ട് തന്നെ കറണ്ട് അഫയേഴ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ പഠിക്കേണ്ടുന്ന ഒന്നാണ്. ഓക്കെ, കറണ്ട് അഫയേഴ്സിന് വളരെ പ്രാധാന്യം കൊടുക്കണം എന്ന് പറഞ്ഞാൽ ഏതൊക്കെ മേഖലകളിൽ നിന്നുള്ള കറണ്ട് അഫയേഴ്സ് ആണെന്നുള്ള വ്യക്തമായ സിലബസിൽ പറയുന്നുണ്ട്. കൃത്യമായി അത് ഫോളോ അപ്പ് ചെയ്യുക. പ്രത്യേകിച്ച് സയൻസ് ആൻഡ് ടെക്നോളജിയെ ബന്ധപ്പെട്ട് എന്ത് കറണ്ട് അഫയേഴ്സ് വന്നാലും ഒരു കാരണവശാലും വിട്ടുകളയരുത്. കാരണം നമ്മുടെ പരീക്ഷ നടത്തുന്നത് LBS ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സയൻസ് ആൻഡ് ടെക്നോളജിയെ ബന്ധപ്പെട്ട് എന്ത് കറണ്ട് അഫയർ വന്നാലും യാതൊരു കാരണവശാലും അതിനെ അവോയ്ഡ് ചെയ്യരുത്. അതുപോലെ സിലബസിൽ പറഞ്ഞിരിക്കുന്ന ഭാഗങ്ങൾ കവറപ്പ് ചെയ്യുന്ന തരത്തിൽ കറണ്ട് അഫയേഴ്സിനെ കൃത്യമായി പഠിച്ചേ പറ്റൂ. കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്നത് സെറ്റ് പരീക്ഷയ്ക്ക് മാത്രമല്ല, മുമ്പോട്ട് വരുന്ന കോമ്പറ്റേറ്റീവ് എക്സാമുകൾക്കും മറ്റ് പല പരീക്ഷകൾക്കും കറണ്ട് അഫയേഴ്സ് ഇപ്പോൾ ഒരു നിർണായക സ്കോറിംഗ് ഏരിയ ആയിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവിടുന്ന് മാക്സിമം സ്കോർ ചെയ്യുക എന്നുള്ളത് തന്നെയാണ് നമ്മുടെ പ്ലാൻ എന്ന് പറയുന്നത്. അപ്പോൾ കറണ്ട് അഫയേഴ്സിനെ പ്രത്യേകം പരിഗണിക്കണം. ഓക്കെ, അപ്പോൾ ഇത്രയും പറഞ്ഞ ഭാഗത്ത് നിങ്ങൾ ഏകദേശം ഒരു 65 മുതൽ 70 മാർക്കുകൾ നിങ്ങൾ എന്ത് ചെയ്തിരിക്കണം, സ്കോർ ചെയ്യുക. വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. ഇത്രയും ഭാഗത്ത് നിന്ന് ഈ 120 മാർക്ക് പറഞ്ഞതിൽ ഇത്രയും ഭാഗത്തു നിന്ന് മാത്രം 65 to 70 മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ സാധിച്ചാൽ നിങ്ങളൊരു 95% സെറ്റ് പരീക്ഷ ക്രാക്ക് ചെയ്യാൻ റെഡിയാണെന്നുള്ളതാണ്. ഓക്കെ,
ഇനി നോക്കൂ, ശ്രദ്ധിക്കേണ്ട മറ്റു ചില കാര്യങ്ങൾ കൂടിയുണ്ട്. സ്കോർ ആസ് മച്ച് മാർക്ക് ഫ്രം അതർ സെക്ഷൻസ് സച്ച് ആസ് കമ്മ്യൂണിക്കേഷൻ, ടെക്നോളജി, ഫിലോസഫി, സോഷ്യോളജിക്കൽ ഫൗണ്ടേഷൻസ് ലേണിംഗ്. ഈ പറയുന്ന, അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ ജനറൽ നോളജ് അല്ലാതെ ജനറൽ പേപ്പർ അല്ലെങ്കിൽ പേപ്പർ 1 ബാക്കിയുള്ള ടോപ്പിക്കിൽ നിന്ന് നിങ്ങൾക്ക് മാക്സിമം പറ്റുന്ന മാർക്കുകൾ സ്വരൂപിക്കുക. അതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ കമ്മ്യൂണിക്കേഷൻ, ടെക്നോളജി, ഫിലോസഫി, സോഷ്യോളജിക്കൽ ഫൗണ്ടേഷൻ തുടങ്ങി കുറേ മേഖലകളുണ്ട് അല്ലേ. അപ്പോൾ എഡ്യൂക്കേഷൻ, അഡ്മിനിസ്ട്രേഷൻ തുടങ്ങി കുറേ മേഖലകളുണ്ട്. അവിടുന്ന് നിങ്ങൾക്ക് പറ്റാവുന്ന മാക്സിമം മാർക്ക്, ഈ ലേണിംഗ് എന്ന് പറയുന്നത് പിയാഷയുടെ കൺസെപ്റ്റുകളൊക്കെ ഉള്ള ഒരു ഭാഗമാണ്. B.Ed പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചുകൊണ്ടൊന്നും ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമല്ല ഈ ലേണിംഗ് എന്ന് പറയുന്ന ഭാഗം ക്ലിയർ ചെയ്യുക എന്നുള്ളതൊന്നും. ഓക്കെ, അപ്പോൾ ഇവിടെ നിന്നൊക്കെയുള്ള മാർക്കുകൾ, ഏത് മാർക്ക് നിങ്ങൾക്ക് കിട്ടുന്നു അതെല്ലാം നിങ്ങൾക്ക് പ്ലസ് പോയിന്റുകളാണ്. അല്ലാതെ ഇതിലേക്ക് നിങ്ങൾ ഒരുപാട് എന്ത് ചെയ്യണ്ട, ടൈം ഇൻവെസ്റ്റ് ചെയ്ത് അങ്ങനെ അങ്ങ് പഠിക്കണ്ട. ഇവിടെ നിന്നുള്ള മാർക്കുകളല്ല, ഇവിടെ നിന്നൊക്കെ കിട്ടും. മറ്റേടത്ത് നമ്മൾ പറഞ്ഞ ആ ഒരു രീതിയിൽ മാർക്ക് സ്കോർ ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമാണ്. അപ്പോൾ ഈ മേഖലയിൽ നിന്ന് ലഭിക്കുന്ന മാർക്കുകളെല്ലാം നിങ്ങൾക്ക് പ്ലസ് പോയിന്റുകളാണെന്നുള്ള കാര്യമാണ് ഓർത്തിരിക്കേണ്ടത്. അതുപോലെ നെഗറ്റീവ് മാർക്കില്ല എന്നുള്ള കാര്യം അറിയാമല്ലോ. നമുക്ക് തെറ്റുത്തരത്തിന് ഇവിടെ നെഗറ്റീവ് മാർക്കൊന്നും ഇല്ല. അതുകൊണ്ട് തന്നെ കുറച്ച് റിസ്ക്കൊക്കെ, കുറച്ച് ഗസ് വർക്കുകളൊക്കെ നിങ്ങൾക്ക് നടത്താം. അപ്പോൾ എന്ന് പറഞ്ഞ് എല്ലാ ചോദ്യവും, അറിയാത്ത എല്ലാ ചോദ്യങ്ങളും മാർക്ക് ചെയ്യണമെന്നല്ല അതിൻ്റെ അർത്ഥം. നിങ്ങൾക്ക് ഏകദേശം അറിയാവുന്ന, മുൻപ് എപ്പോഴോ പഠിച്ചു മറന്നതോ അല്ലെങ്കിൽ നമുക്ക് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് റിവിഷൻ ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് മറന്നു പോയതോ ഒക്കെ ആയിട്ടുള്ള ചില ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ നിങ്ങൾക്ക് എപ്പോഴോ പഠിച്ചിട്ടുള്ളത് കൊണ്ട് അത് കളഞ്ഞിട്ടടുത്ത ചോദ്യത്തിലേക്ക് പോകാനും പറ്റുന്നില്ല, ഉത്തരം ഓർമ്മ വരാത്തതുകൊണ്ട് എഴുതാനും പറ്റുന്നില്ല എന്നുള്ള വരുന്ന ചില ചോദ്യങ്ങളുണ്ടല്ലോ. അങ്ങനെയുള്ള ചോദ്യങ്ങൾ നിങ്ങൾക്ക് ചില ഗസ് വർക്കുകൾ നടത്താം. ഏകദേശം ഒരു 50% മേലെങ്കിൽ നിങ്ങൾക്ക് ഒരു ഉറപ്പുണ്ടെങ്കിൽ ക്വസ്റ്റ്യനുകൾക്കെല്ലാം നിങ്ങൾക്ക് ഗസ് വർക്ക് നടത്താമെന്നുള്ളതാണ്. അങ്ങനെയും നമുക്ക് കിട്ടുന്ന മാർക്കുകളെല്ലാം നമുക്ക് പ്ലസ് പോയിന്റുകളാണെന്നുള്ള കാര്യമാണ് അറിഞ്ഞിരിക്കുക. അപ്പോൾ ഈ പറഞ്ഞ മേഖലകളിൽ നിന്നുള്ള കിട്ടുന്ന മാർക്കുകളെല്ലാം നിങ്ങൾക്ക് അഡീഷണൽ മാർക്കുകളാണ്. നിങ്ങൾക്ക് എവിടെയെങ്കിലും ഒരു ഡ്രോബാക്ക് സംഭവിച്ചു പോയാൽ അതിനെ സോൾവ് ചെയ്യാൻ സാധിക്കുന്ന തരത്തിൽ നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന മേഖലകളാണിത്. ഓക്കെ, അപ്പോൾ നമുക്ക് ദീസ് ആർ ഓൾ സ്മാർട്ട് വർക്ക് സ്ട്രാറ്റജീസ് ആൻഡ് ഓൾ ദ സ്റ്റാൻഡേർഡ്സ് ആർ കെപ്റ്റ് അറ്റ് മിനിമം. ഡു ദ മാക്സിമം ഓഫ് യു ആൻഡ് ബി ഒപ്റ്റിമിസ്റ്റിക്. നോക്കൂ, നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം മിനിമത്തിലിട്ടാണ് പറഞ്ഞേക്കുന്നത്. ഈ മേഖലയിൽ നിന്നൊക്കെ നിങ്ങൾ അത്യാവശ്യം വർക്ക് ചെയ്താൽ ഈ മേഖലയിൽ നിന്നൊക്കെ നല്ലതുപോലെ മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. ഇത് മാത്രം പഠിക്കണമെന്നുള്ളതും അല്ല അർത്ഥം. ഒരു സ്മാർട്ട് വർക്കാണ്. നിങ്ങൾ പഠിച്ച് എത്താതെ വരുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് സിലബസ് അനുസരിച്ച് ഫുള്ള് കവർ ചെയ്യാൻ പറ്റാതൊക്കെ വന്നാൽ, ഇപ്പം നിലവിൽ കഴിഞ്ഞു പോയ സെറ്റ് പരീക്ഷയുടെ റിസൾട്ട് വന്നിട്ട് അല്ലെങ്കിൽ ആ റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്ന ആൾക്കാരിൽ കട്ട് ഓഫിൻ്റെ ഏകദേശം അടുത്തൊക്കെ എത്തിയിരിക്കുന്നവർക്ക് ഉണ്ടാകുന്ന ഒരു മാനസിക വിഷമമുണ്ടല്ലോ. ആ ഒരു വിഷമമൊന്നും നിങ്ങൾക്ക് ഭാവിയിൽ ഉണ്ടാവാതിരിക്കാനായിട്ട് ഫലപ്രദമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒന്നാണ് ഈ സ്മാർട്ട് സ്റ്റഡി പ്ലാൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ രീതിയിൽ ഫോക്കസ് ചെയ്യുക. നമ്മുടെ സബ്ജക്റ്റ് പേപ്പറിൽ നമുക്ക് എത്ര മാത്രം മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും അത് മൊത്തം സ്കോർ ചെയ്യുക. നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത് മിനിമം 48 മാർക്ക്. ആ 48 മാർക്ക് ഇല്ലെങ്കിൽ നമുക്ക് സെറ്റ് പരീക്ഷ പാസ്സാകാൻ സാധിക്കില്ല. നമ്മുടെ മിനിമം സബ്ജക്റ്റിന് വേണ്ട പാസ് മാർക്ക് 48 മാർക്കാണ്. ആ പാസ് മാർക്ക് വെച്ചുകൊണ്ടാണ് ബാക്കി കാൽക്കുലേഷൻ നമ്മൾ നടത്തിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ജനറൽ പേപ്പറിനെ എഫിഷ്യൻ്റ് ആയിട്ട് കൈകാര്യം ചെയ്താൽ, സ്മാർട്ട് വർക്കിലൂടെ കൈകാര്യം ചെയ്താൽ നിങ്ങൾ കൃത്യമായിട്ട് ഈ പറയുന്ന മാർക്ക്, നമുക്ക് 68 എന്ന ടാർഗറ്റിന് മുകളിലേക്ക് നമുക്ക് പോകാൻ സാധിക്കും. ഇൻ കേസ് ആൻസർ കീയിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളൊക്കെ വന്നാൽ പോലും നിങ്ങളുടെ കയ്യിൽ എക്സ്ട്രാ മാർക്കുകളുണ്ട്. സോ ബാലൻസ് ചെയ്യാൻ സാധിക്കും. ഏത് സാഹചര്യത്തിലും നിങ്ങൾക്ക് സെറ്റ് പരീക്ഷ ക്രാക്ക് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് ഈ സ്റ്റഡി പ്ലാൻ്റെ ഉദ്ദേശം. കൃത്യമായി ഫലപ്രദമായി ഇത് ഫോളോ അപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വരാൻ പോകുന്ന സെറ്റ് പരീക്ഷ വളരെ ഈസി ആയിട്ട് നമുക്ക് ക്രാക്ക് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇനി മുൻപോട്ട് വരുന്ന അവസരത്തിൽ സെറ്റ് പരീക്ഷ എഴുതാൻ പോകുന്നവരും, ഇപ്പോൾ പരീക്ഷയിൽ കട്ട് ഓഫിനോട് അടുത്ത് നിൽക്കുന്ന, ടെൻഷൻ അടിച്ച് നിൽക്കുന്ന, വിഷമിച്ച് നിൽക്കുന്ന, ഞാൻ പാസ്സാവില്ല എന്നുള്ള വിഷമത്തിൽ നിൽക്കുന്ന ആൾക്കാരോടൊക്കെയാണ് പറയുന്നത്, ഈ വിഷമമൊക്കെ മാറ്റിവെക്കുക, പഠിക്കുക. നെക്സ്റ്റ് സൈക്കിൾ സെറ്റ് വളരെ അടുത്ത് തന്നെ അനൗൺസ് ചെയ്യപ്പെടും. ഇത്തവണ നമുക്ക് ഒരു സ്മാർട്ട് വർക്കിലൂടെ അത് ക്രാക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ഈ ഒരു അവസരത്തിൽ എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു. നന്ദി, നമസ്കാരം.